വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ഒരു വചനഭാഗം നൽകി അനുഗ്രഹിക്കുവാനും അഭിഷേകത്തിൽ വളർത്തുവാനും ആഗ്രഹിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനഭാഗം. ഒരു തളർവാദ രോഗിയെ യേശു സൗഖ്യപ്പെടുത്തുന്നതാണ് രംഗം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 17 ഓൺവേഴ്സ്. നമുക്ക് ഒരുമിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കാം. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിലെടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ 24-ാം തിരുവചനം, 5-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണെ അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ പലതവണ വായിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള വചനഭാഗമാണ്. തളർവാദ രോഗിയെ യേശു സൗഖ്യപ്പെടുത്തുന്നു. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഇതിലെന്ത് പുതുമയാണുള്ളത്? യേശു അനേകരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, തളർവാദ രോഗിയെയും സൗഖ്യപ്പെടുത്തി, അതിലെന്ത് പ്രത്യേകതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, മറ്റ് അത്ഭുതങ്ങളുടെ നടുവിൽ ഈ അത്ഭുതത്തിനുള്ള ഒരു പ്രസക്തി ഇപ്രകാരമാണ്. 5-ാം അധ്യായം അതിൻ്റെ 20-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട്. ആരുടെ? ഈ തളർവാദ രോഗിയെയും കൊണ്ടുവന്ന കുറച്ച് പേരുണ്ട്. അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, ഈ തളർവാദ രോഗി സൗഖ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസം കണ്ടിട്ട്. ഇപ്പം നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഈ കൊണ്ടുവന്നവർ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം തിക്കി ഞെരുക്കി ഒത്തിരി ജനം യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. പലതരത്തിൽ അവരൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം അവരെന്ത് ചെയ്തു? അവർ ഓടിളക്കി മുകളിൽ നിന്നിറക്കി. ഈ കട്ടിലിൽ പിടിച്ചുകൊണ്ട് വന്നവർ അത് ഒരാളല്ല, രണ്ടാളല്ല, 4 വശത്തും പിടിച്ചുകൊണ്ടൊരു 4 പേരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഒരു 4 പേര് അവർ ഈ തളർവാദ രോഗിയെയും കൊണ്ടുവരികയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളോടൊക്കെ ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും സൗഹൃദ വലയങ്ങളിലും ഇതുപോലെ അനേക തളർവാദ രോഗികളുണ്ട്. അവരെയും കൊണ്ട് യേശുവിൻ്റെ പക്കലേക്ക് എത്തിക്കാൻ എനിക്കും കേൾക്കുന്ന നിനക്കും ഒരു ദൗത്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവരെ നീ യേശുവിൻ്റെ പക്കലേക്ക് എത്തിച്ചാൽ, നിന്റെ വിശ്വാസം കണ്ടിട്ട് അവരിൽ ഒരത്ഭുതം സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന അനേകം പേരുടെ ഉള്ളിൽ വലിയൊരു സങ്കടമുണ്ട്. എന്താണെന്നറിയോ? എത്ര നാളായി അച്ഛാ ചിലർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് മടുത്തു.
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടമ്മ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു മടുത്തു, ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്നൊരു എനിക്ക് തോന്നുന്നില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗം നമ്മളോട് പറയുന്നു, നീ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ത്യാഗം ഏറ്റെടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവം നിന്റെ പ്രാർത്ഥന കണ്ടിട്ട്, നിന്റെ വിശ്വാസം കണ്ടിട്ട് അവരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ശക്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നു. നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്ന അവരുടെ വിശ്വാസം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, തളർവാദ രോഗി, അച്ഛാ, എൻ്റെ വീട്ടിൽ തളർവാദം ആരുമില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ സൗഹൃദ വലയങ്ങളിൽ ആരുമില്ലല്ലോ. തളർവാദ രോഗി എന്ന് പറയുമ്പോൾ ശരീരത്തിന് തളർവാദം പിടിപെട്ടില്ലെങ്കിലും ചുറ്റുവട്ടത്തുള്ള നമ്മിൽ അനേകം പേര് മനസ്സിൽ തളർന്ന മനുഷ്യരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള തളർവാദം പിടിപെട്ടവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാത്തവർ, സ്വന്തമായിട്ട് ഒരാത്മീയ കാര്യങ്ങൾ വ്യാപരിക്കാൻ ശക്തിയില്ലാത്തവർ, ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ അടിമകളായി കഴിയുന്നവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ നമുക്ക് വലിയ ഒരു കടമയുണ്ടെന്ന് ഈ സുവിശേഷ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ത്യാഗത്തിന് അതിനർത്ഥമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥിച്ച് മടുത്തിട്ടുണ്ടാവും. പക്ഷേ നീ മടുത്താലും നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന മറക്കില്ല. ദൈവം ഇടപെടും. നമുക്കൊക്കെ അറിയാമല്ലോ, സഖറിയ എലിസബത്ത് ദമ്പതികൾ, അവർക്കുണ്ടാവുന്ന കുഞ്ഞ് സ്നാപക യോഹന്നാൻ. സഖറിയ ദേവാലയത്തിൽ ഇതാ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരോഹിതനാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഈ സഖറിയായോട് ദൈവിക ദൂത് പറയുകയാണ്, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. സഖറിയായ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് സഖറിയായുടെ വാ മൂടപ്പെട്ടു. നമുക്കറിയാം, മൂകനായി കുറേ നാൾ കഴിയേണ്ടി വന്ന സഖറിയ. ഒരു കാര്യം ഉറപ്പ്, സഖറിയായും ഒരു കുഞ്ഞിന് വേണ്ടി നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥിച്ച് സഖറിയ അതെല്ലാം മറന്നുപോയി. അപ്പോൾ പ്രായമായി. സഖറിയ പോലും മറന്നു. പക്ഷെ ആര് മറന്നില്ല? ദൈവം മറന്നില്ല. നിന്റെ പ്രാർത്ഥന അത് ദൈവം ഒരിക്കലും മറക്കില്ല. ദൈവത്തിൻ്റെ സമയത്ത് അത് സംഭവിക്കും. അപ്പം നമ്മുടെ കടമ എന്താ? പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, മടുക്കാതെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കും. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ സമയം. ഒരു അമ്മയെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അമ്മയുടെ പേര് മോനിക്ക എന്നാണ്. അങ്ങ് ദൂരെ നിന്ന ദേശത്തു നിന്നുള്ളതാണ് മോനിക്ക. മകൻ്റെ പേര് അഗസ്റ്റിൻ. ഈ മോനിക്ക എന്ന് പറയുന്ന അമ്മ മകനെ ഓർത്ത് എന്നും കരച്ചിലാണ്. കാരണം വഴിതെറ്റിയ ദുർജീവിതം നയിക്കുന്ന മകൻ അഗസ്റ്റിൻ. എന്തു ചെയ്യും? ഈ അമ്മ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളേറെയായി, 28 വർഷം. ഒന്നും രണ്ടും അല്ല. എത്ര വർഷം? 28 വർഷം. കണ്ണുനീരോടുകൂടിയാണ് ഈ അമ്മ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ബിഷപ്പിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നു പിതാവേ, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണഗതിയിൽ നമ്മളൊക്കെ ധ്യാനകേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഇടവകയിലെ വികാരിയച്ഛൻ്റെ അടുക്കലൊക്കെ ചെന്നിട്ട് പറയില്ലേ, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ പറയുന്ന ഒരു പറച്ചിൽ. ഈ അമ്മ മോനിക്ക എന്ന് പറയുന്ന ഈ അമ്മ ചെന്ന് അംബ്രോസ് എന്ന് പറയുന്ന മെത്രാൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, മെത്രാനെ പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ മകന് വേണ്ടി പിതാവെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കരച്ചിൽ കണ്ട മെത്രാൻ, അംബ്രോസ് മെത്രാൻ പറഞ്ഞു, കണ്ണുനീരിൻ്റെ ഈ മകൻ ഒരിക്കലും നശിച്ചു പോകില്ല.
ഇത്രത്തോളം മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ആ മകൻ ഒരിക്കലും നശിച്ചു പോകില്ല. പറഞ്ഞ വാക്ക് പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? അഗസ്റ്റിൻ എന്ന് പറയുന്ന മകൻ മാനസാന്തരപ്പെട്ടു. അമ്മയുടെ ജീവിതത്തിൽ മകൻ്റെ ജീവിതത്തിലെ മാറ്റം കാണാൻ ഭാഗ്യം ലഭിച്ചു. കത്തോലിക്ക സഭയിലെ പ്രഗത്ഭരായ വിശുദ്ധരുടെ മുൻനിരയിൽ വിശുദ്ധ അഗസ്റ്റിൻ. അതോടൊപ്പം മകനു വേണ്ടി പ്രാർത്ഥിച്ച് അമ്മയും വിശുദ്ധ മോനിക്കയായി മാറി. പ്രിയപ്പെട്ടവരെ, 28 വർഷം, നീണ്ട വർഷങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വർഷങ്ങൾ എത്രയായാലും നീ പ്രാർത്ഥിച്ച് മടുത്തുവെന്ന് കരുതുന്ന വിഷയമാണെങ്കിലും നിന്റെ ദൈവം ആ വിഷയത്തിൽ ഇടപെടും. പക്ഷേ പ്രാർത്ഥിക്കാൻ നീ ജീവിതത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് അതിശക്തമായ ദൈവിക ഇടപെടലുണ്ടാവും. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു ധ്യാനിക്കാൻ മറ്റൊരു വചനഭാഗം കൂടെ പരിചയപ്പെടുത്താം. അത് പഴയ നിയമത്തിലെ ജോബാണ്. ജോബിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ജോബിൻ്റെ ഒരു സ്വഭാവ ശൈലിയെക്കുറിച്ചാണ് പറയുന്നത്. വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോബ്, നല്ല കാര്യം. എന്നാൽ ഈ ജോബിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനേക ദുരന്തങ്ങൾ നമുക്കറിയാവുന്നതാണ് സംഭവിച്ചു. ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞ് ഒത്തിരിയേറെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും സങ്കടങ്ങൾ ഏൽക്കേണ്ടി വന്ന ജോബിൻ്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ 42-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. അതായത് എൻ്റെ കാര്യം, എൻ്റെ വീട് എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ജോബ് അതിനെ തകിടം മറിച്ചു, ബ്രേക്ക് ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതാ ജോബിൻ്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം കൊടുത്തു. പ്രിയപ്പെട്ട ദൈവജനമേ, തളർവാദ രോഗിയെ കട്ടിലിൽ ചുമന്നുകൊണ്ടുവന്നവർ ദാ നമ്മളോട് പറയുന്നു, ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്താൽ, പരിഹാരം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം, നിന്റെ പ്രവൃത്തി വഴി അവർക്കും അനുഗ്രഹം. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെപ്പോഴും നമ്മുടെ കാര്യം മാത്രം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ പണം, എൻ്റെ കാര്യം ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കാൻ, പരിഹാരം ചെയ്യാനുള്ള ഒരു തീരുമാനം. തളർവാദ രോഗിയും കൊണ്ടുവന്നവർ പണിയില്ലാത്തവരല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സമയം, പ്രയോറിറ്റി ഈ സമയം ഈ വ്യക്തിയെ ഒന്ന് സൗഖ്യപ്പെടുത്തണം. അതിനെ സൗഖ്യപ്പെടുത്താൻ പറ്റുന്നവൻ്റെ മുമ്പിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും എന്ത് പരിഹാരവും ഏറ്റെടുക്കാൻ അവർ തയ്യാറായി. പരിഹാരം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ കൺവെട്ടത്ത് കാണാൻ സാധിക്കും. തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നവരുടെ കൺവെട്ടത്ത് അവർക്ക് കാണാൻ സാധിച്ചു ആ രോഗി എഴുന്നേറ്റ് നടക്കുന്നത്. എന്ന പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ കൺവെട്ടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി, ജീവിത പങ്കാളി ആ സഹോദരി ഉപേക്ഷിച്ച് വർഷങ്ങളായി പോയി. എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. നാട്ടുകാരൊക്കെ വീട്ടുകാരൊക്കെ അന്വേഷിച്ചു മടുത്തു. എന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ. ആ നാളുകളിൽ ഈ സ്ത്രീ ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീ നിരാശപ്പെട്ടില്ല. പലരും ആ സ്ത്രീയോട് വന്നു പറഞ്ഞു, എന്തിനാണ് ഒരു ജീവിതം നശിപ്പിക്കുന്നത്?
എന്തിനാണ് നിൻ്റെ ജീവിതത്തെ മുഴുവൻ നഷ്ടമാക്കുന്നത്? ഏതായാലും നിൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല എങ്കിൽ നീ വേറെ ജീവിതമായിട്ട് പോ. എന്നാൽ ഈ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എങ്ങും പോയില്ല. ആ ഭർത്താവിൻ്റെ വീട്ടിൽ കുടുംബത്തെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭർത്താവിന് വേണ്ടി എന്നും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിലേക്ക് ഭർത്താവ് തിരിച്ചെത്തുകയാണ്. വലിയ ദൈവിക ഇടപെടലുകൾ ആ കുടുംബത്തിൽ സംഭവിക്കുകയാണ്. അവസരം കിട്ടിയപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, എന്ത് പ്രാർത്ഥനയാണ് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ജീവിത പങ്കാളി എത്ര വർഷങ്ങളോളം നഷ്ടപ്പെട്ടാലും ഒരു കാര്യം ഉറപ്പ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ പ്രാർത്ഥന പരിഹാരം ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് കുടുംബത്തിൽ ആ ജീവിത പങ്കാളിക്ക് തിരിച്ചു വരാനും ഇന്ന് ആ കുടുംബം സമാധാനത്തോടെ ജീവിക്കാനും ഇടവരുത്തിയത്. നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പരിഹാരം അത് കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കും. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2 അധ്യായം 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 2 ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. യേശുവിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക്, 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 2, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, എൻ്റെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും. മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയായി മാറുന്ന ജീവിതം, അതാണ് രക്ഷാകര ജീവിതം. നിൻ്റെ ജീവിതം രക്ഷാകരാകണോ? എന്തു വേണം? മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനൊരു തീരുമാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അറിയാം എന്താണ്. സക്കേവൂസിനെ മരത്തിൽ നിന്ന് ഇറക്കി ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് യേശുവിന് വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തീർന്നില്ല. യേശു പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നു. സക്കേവൂസിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എത്തിയപ്പോഴും യേശു പറഞ്ഞില്ല നിനക്ക് രക്ഷ, മറിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ലൂക്കാസ് വിശേഷം 19 അധ്യായത്തിൽ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. അതിങ്ങനെയാണ്, 8 തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 8. സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഉടനെ അടുത്ത വചനം ഇങ്ങനെയാണ്, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. എപ്പോഴാണ് ഈശോ ഈ കാര്യം പറഞ്ഞത്? ഈ രക്ഷ എപ്പോഴാണ് അവന് ലഭിച്ചത്? എപ്പോഴാണോ അവൻ പരിഹാരം ചെയ്യാൻ തയ്യാറായത്, അപ്പോഴാണ് രക്ഷ. അവനൊരു തീരുമാനം എടുത്തു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പരിഹാരം ചെയ്യും, എൻ്റെ ഇന്നോളമുള്ള പ്രവൃത്തികൾക്ക് ഞാൻ പരിഹാരം ചെയ്യും. പരിഹാരം ചെയ്യാൻ, ത്യാഗമേറ്റെടുക്കാൻ അവൻ തയ്യാറായപ്പോൾ യേശു പറയുകയാണ്, ദാ ഈ സമയം, ഇതാണ് രക്ഷയുടെ സമയം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഇതാ നീ രക്ഷ അനുഭവിക്കുകയാണ്. പരിഹാരം ചെയ്യാൻ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും ആഘോഷിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് കുടുംബത്തെ നിലനിർത്തുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാൾ സഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അത് പുറമേ കാണണമെന്ന് നിർബന്ധമില്ല, ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും. ഈ സഹനം ഏറ്റുവാങ്ങുന്ന ഒരു ജീവിതം എല്ലാ വീട്ടിലും ഉണ്ടാവും. ആ സഹനത്തിൻ്റെ മുകളിലാണ് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം പണിയപ്പെട്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു പക്ഷേ നീയാണ് സഹനം ഏറ്റെടുത്ത വ്യക്തിയെങ്കിൽ, ഒരു പരിഹാരം ചെയ്യാൻ ഏറ്റെടുത്ത വ്യക്തിയെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിൻ്റെ പ്രാർത്ഥനയിലാണ്, നിൻ്റെ സഹനത്തിലാണ് നിൻ്റെ വീടിൻ്റെ നിലനിൽപ്പ്. അതെ, പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നും തോന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ
സഹിക്കുന്നവർ, കുടുംബത്തിനു വേണ്ടി പരിഹാരം ചെയ്യുന്നവർ, അവരാണ് കുടുംബത്തെ നിലനിർത്തുന്ന ശക്തി. അങ്ങനെ എല്ലാ വീട്ടിലും ആരെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ കുടുംബം തകരും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടിപിടി ബഹളം, അവർ പിരിഞ്ഞു പോകുന്നു. ആരെങ്കിലും ഒരാൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിലേ കുടുംബങ്ങൾ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, വേർപിരിഞ്ഞ എല്ലാ കേസുകളും എവിടുന്നാ? ഒരിക്കലും ഒരുമിച്ച് ചേരാൻ പറ്റാത്ത വണ്ണം അസ്വസ്ഥരായി പിരിഞ്ഞു പോയവർ. കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, ത്യാഗമേറ്റെടുക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവും. ഈ സഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സഹനം അത്ര എളുപ്പമുള്ളതായിരിക്കില്ല. ഒരുപക്ഷെ വർഷങ്ങളോടെ ദുരിതം ഉണ്ടാവും. പക്ഷേ ഒരിക്കൽ ആ വ്യക്തിയുടെ കൺവെട്ടത്ത് ദൈവിക ഇടപെടൽ കാണാൻ പറ്റും. തളർവാദ രോഗിയെ കൊണ്ടുവന്നവർ, അവർ അസ്വസ്ഥരാണ്, അവർ പലതരത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കൺവെട്ടത്ത് ദൈവിക ഇടപെടൽ കാണാൻ സാധിച്ചു. നമ്മളും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് മടുത്തവരാവും. ഒരുപക്ഷെ പ്രായമേറി എത്തിയിട്ടുണ്ടാവും. ഇനി രക്ഷയില്ല എന്ന് നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് പറയും. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൻ്റെ അടിത്തറയാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. നീ ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടേണ്ട ഒരു വലുതാണ്. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് എന്താ മനസ്സിലാകാത്തത്? ഞാൻ എന്തോരം സഹിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലേ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് അത് നമ്മൾ ഒറ്റയ്ക്ക് നേടേണ്ട ഒന്നാണ്. ഞാൻ ഓർക്കുന്നു, പട്ടത്തിൻ്റെ അന്ന് എല്ലാ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സങ്കീർത്തിയിൽ വന്ന് തിരുവസ്ത്രം ഊർന്നു വയ്ക്കുമ്പോൾ ഒരു ശ്രേഷ്ഠനായ വൈദികൻ വന്ന് എന്നോട് പറഞ്ഞു, ഇനി മുതൽ നിൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത് അൾത്താരയ്ക്ക് മുമ്പ് കണ്ട ആ ജനക്കൂട്ടമല്ല, മറിച്ച് ദാ ഈ തിരുവസ്ത്രം, ഈ അൾത്താര മാത്രമേ നിനക്ക് കൂടെ ഉണ്ടാവുകയുള്ളൂ. നീ ഒറ്റയ്ക്കായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. പിന്നീട് ജീവിതത്തിൽ കടന്നു പോകുന്ന പല വഴികളിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കൂട്ടം പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ നമുക്ക് എന്നും ബലം നൽകുന്നത് എന്താണ്? അൾത്താര. യേശു മാത്രമേ നമ്മുടെ കൂടെയുണ്ടാകൂ എന്നുള്ള തിരിച്ചറിവ്, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരും. എന്താ അത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൺവെട്ടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ നമുക്ക് യോഗ്യത ദൈവം തരും. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമുണ്ടാവും. മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ കൂട്ടും. നമ്മുടെ കുടുംബത്തിലുള്ളവർ, ചുറ്റുവട്ടത്തുള്ളവർ, ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഇനി പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിച്ചു മടുത്തു, ഇങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു ഗുണമില്ല, ഇവൻ രക്ഷപ്പെടിയാല എന്നിങ്ങനെ തെറ്റായ ചിന്തകളാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതെങ്കിൽ ഇതാ ഈ ശുശ്രൂഷാവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, ത്യാഗമേറ്റെടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിൻ്റെ കുടുംബം, നിൻ്റെ ദേശം അനുഗ്രഹം പ്രാപിക്കും. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഇസ്രായേൽ ജനം അമലേക്യരുമായിട്ടുള്ള യുദ്ധം, മോശ ഇങ്ങനെ ചെയ്തു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് ഇതാ വിജയം, നേട്ടം. കരങ്ങൾ താന്നപ്പോൾ ഇതാ തോൽവി. പ്രിയപ്പെട്ടവരെ, നീ ഉയർത്തിയ കരങ്ങളാണ്, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, നീ ഏറ്റെടുക്കുന്ന പരിഹാരമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയും വിജയവും. നീ തളർന്നാൽ ഓർത്തോണം, അത് കുടുംബത്തിൻ്റെ തളർച്ചയാണ്. അതുകൊണ്ട് തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തിയ രംഗം വിശുദ്ധ ലൂക്കാ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ എന്നോടും നിന്നോടും ഈ സുവിശേഷം ആവശ്യപ്പെടുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അനേക തളർന്ന ജീവിതങ്ങൾക്ക് ബലം കൊടുക്കാൻ, അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള വലിയൊരു ആഹ്വാനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.